ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ശ്രുതി ടീച്ചറാണ്. ഇതാ ഞാൻ നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടി വന്നതാണേ. പരീക്ഷ ആയാലും അതുപോലെ പാഠപുസ്തകങ്ങളിലായാലും നമുക്ക് കാണുന്ന ഒരു പ്രശ്നമാണ് പരിസ്ഥിതി മലിനീകരണം. അല്ലേ? നമ്മളെ ചുറ്റും കാണുന്ന ഒരു കാര്യമാണ് അത്. പരീക്ഷാ പേപ്പറിലും കാണാറുണ്ട്, പാഠപുസ്തകങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പരിസ്ഥിതിയൊക്കെ ഇങ്ങനെ മലിനപ്പെടുന്നുണ്ടോ? എന്താണ് പ്രശ്നം? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? നമ്മളാണോ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറില്ലേ? അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ടുണ്ടാവും, നമ്മളെ പാഠഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട്. പക്ഷെ മറ്റു പലരും എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ പരിസ്ഥിതിയെ ചീത്തയാക്കാൻ നോക്കുന്നുണ്ടാവും. അല്ലേ? പരിസ്ഥിതിയെ ചീത്തയാക്കിയാൽ നമുക്ക് തന്നെയല്ലേ ദോഷം? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഈ ഭൂമിയെയും നമ്മുടെ ജലാശയത്തെയും ഒക്കെ മലിനമാക്കുന്നുണ്ട് പലതും, അല്ലേ? അപ്പൊ ആരും അതൊന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അറിയിപ്പ് ബോർഡ് കൊടുത്താലോ? അറിയിപ്പ് ബോർഡ് കൊടുക്കാം. അപ്പോ നോക്കേ, പൊതു ഇടങ്ങളിൽ കാണാറുള്ള അറിയിപ്പ് ബോർഡുകൾ തയ്യാറാക്കാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലേക്ക് വർക്കൊക്കെ ചെയ്ത് കൊണ്ട് കൊടുക്കാനുണ്ടാവും. അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതുക? പൊതു ഇടാണ് ഇത്. നോക്കിയേ, മാർക്കറ്റാണ്. ഇവിടെ ഓരോരുത്തർ സാധനമൊക്കെ വാങ്ങാൻ വരും അല്ലേ? പലരും സാധനങ്ങൾ വാങ്ങാൻ വരും. ഇവിടെ ഏതാ പച്ചക്കറികളുണ്ട്, അതുപോലെ ഇവിടെ ചിക്കനും ഫിഷും മീനും ഉണ്ടാവും, ഫ്രൂട്ട്സ് അപ്പുറത്തുണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് എന്ത് എഴുതി വെക്കാം? ഇവിടെ ഒരു ബോർഡ് സ്ഥാപിക്കണം. എന്ത് എഴുതി വെക്കാം? അറിയിപ്പ് ബോർഡ്. എങ്ങനെയാണ് നമ്മൾ അറിയിപ്പ് ബോർഡ് എടുക്കുക? അല്ലെ, ഒരു നോട്ടീസ് ബോർഡ് അല്ലേ? ഒരു ബോർഡ് നോക്കാം. ഇത് നോക്കൂ, ഇവിടെ തുപ്പരുത് എന്ന് പറയാം. അവിടെ തുപ്പി ചീത്തയാക്കാനൊന്നും പാടില്ല. കാരണം എന്താണ്? എല്ലാവരും വരുന്ന സ്ഥലമൊക്കെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ തുപ്പരുത് എന്ന് നമുക്ക് പറയാം. ഇവിടെ തുപ്പരുത്. പിന്നെയോ? പിന്നെ വേറെ എന്തൊക്കെ പറയാം? ദാ, ഇവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അതിന്റെ കവർ എവിടേക്ക് അങ്ങിടും? പുറത്തേക്ക് അങ്ങിടും. ഇനിയിപ്പോൾ ഒരു കിറ്റ്കാറ്റ് കഴിച്ച്, ഒരു ഡയറി മിൽക്ക് കഴിച്ച്, കവർ എവിടേക്ക് ഇടും? പുറത്തേക്ക് ഇടും. നമ്മൾ കാറിൽ പോവാണ്, നമ്മളൊരു ബോട്ടിൽ വെള്ളം കുടിച്ച്, അപ്പോൾ വെള്ളമൊക്കെ തീർന്ന് വലിച്ച് പുറത്തേക്ക്. പ്ലാസ്റ്റിക് അല്ലേ, അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല അല്ലേ? അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. എന്താ നമ്മൾ പറയേണ്ടത്? പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പാടുണ്ടോ? നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല അല്ലേ? പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. പിന്നെയോ? പരിസരം ശുചിയായി സൂക്ഷിക്കുക. പരിസരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ചുറ്റുപാട് അത് നല്ല ശുചിയായിട്ട്, നല്ല വൃത്തിയായിട്ട്, അല്ലേ? വൃത്തിയായി എന്ന് എഴുതിയാലും മതി കേട്ടോ. നല്ല വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തി എന്ന് എങ്ങനെയാ എഴുതുക? ഇതാ, വാ എഴുതി വൃത്തി അല്ലേ? വൃത്തിയായി, പരിസരം വൃത്തിയായി പരിസരം വൃത്തിയായി സൂക്ഷിക്കുക അല്ലേ? പരിസരം എന്താണ്? വൃത്തിയായി സൂക്ഷിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി ഒന്ന് നിങ്ങളുടെ വക നിങ്ങളൊന്ന് എഴുതി നോക്കൂ. എൻ്റെ വക ഞാൻ എഴുതാം. എന്താണ്? പരിസരം വൃത്തി. നമ്മൾ എന്തൊക്കെ എഴുതിയ? പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, ഇവിടെ തുപ്പരുത്, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. എന്താണ്? വെള്ളം അമൂല്യമാണ്. വെള്ളം അമൂല്യമാണ്. അല്ലെങ്കിൽ വെള്ളം അമൂല്യമാണ് എന്നൊക്കെ നമ്മൾ വേറൊരു, വെള്ളം പാഴാക്കരുത്. വെള്ളം അവിടെയല്ല, വെള്ളം പൈപ്പൊക്കെ തുറന്നിട്ടാൽ എന്താണ്? അവിടെയൊക്കെ നിറയെ വെള്ളാവും അല്ലേ? വെള്ളം പാഴാക്കരുത്. നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? തീർച്ചയായും എഴുതാം അല്ലേ? വെള്ളം പാഴാക്കരുത് അല്ലേ? വെള്ളം പാഴാക്കരുത്.
അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ എഴുതാം. ഇനി നിങ്ങൾ ഒന്ന് എഴുതി നോക്കൂ, എന്താണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ ഇതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അറിയിപ്പ് ബോർഡുകൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെക്കാനുള്ള ബോർഡുകൾ നമ്മളത് തയ്യാറാക്കാൻ പറയുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ സെറ്റായിട്ട് നമുക്ക് അറിയിപ്പ് ബോർഡുകൾ തയ്യാറാക്കാം അല്ലേ. ഇതുപോലത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ടീച്ചർ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്. ബൈ.